നമസ്കാരം. ഇന്ത്യൻ സമയം അതിരാവിലെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ആർട്ടിമസ് 2 എന്ന അമേരിക്കയുടെ ചാന്ദ്രപേടകം പറന്നുയർന്നപ്പോൾ ലോകം അത്യാഹ്ലാദത്തിലായിരുന്നു. ശാസ്ത്രരംഗത്തെ ഏറ്റവും വലിയ നേട്ടമായി മാറുകയാണ് ബഹിരാകാശത്തിൻ്റെ ആഴത്തിലേക്കുള്ള ഈ ഉപഗ്രഹയാത്ര. ബഹിരാകാശ കേന്ദ്രം സ്ഥാപിച്ച് മനുഷ്യൻ അവിടെ പാർപ്പുറപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ 54 വർഷം മുമ്പ് മനുഷ്യൻ നിലം തൊട്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇതിന് ഒരുപാട് പ്രസക്തിയുണ്ട്. 54 വർഷം മുമ്പ് ചന്ദ്രനിലേക്ക് അപ്പോളോ 17 എന്ന ഉപഗ്രഹത്തെ അമേരിക്ക അയക്കുമ്പോൾ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശീതയുദ്ധ സമയമാണ്. അമേരിക്കയേക്കാൾ മുമ്പ് ചന്ദ്രനിലേക്ക് പേടകം എത്തിച്ചത് സോവിയറ്റ് യൂണിയനായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ റെക്കോർഡ് ഭേദിക്കുക, മനുഷ്യനെ തന്നെ ഇറക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. പിന്നീട് ശീതയുദ്ധമില്ലാതായി അമേരിക്കയുടെ ഏക ലോകക്രമമുണ്ടായി. ചൈനയും ജപ്പാനും ഇന്ത്യയും ഒക്കെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വളർന്നു വന്നെങ്കിലും അമേരിക്കയോട് മത്സരിക്കാനല്ല, അമേരിക്കയോട് സഹകരിക്കാനാണ് ശ്രമിച്ചത്. വാശിക്ക് വേണ്ടിയായിരുന്നില്ല ശാസ്ത്ര വികസനം, നേരെ മറിച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് ചന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോയി റെക്കോർഡിടേണ്ട ഒരാവശ്യവും അമേരിക്കയ്ക്കുണ്ടായിരുന്നില്ല. നാസ അരനൂറ്റാണ്ടോളം ഗവേഷണം നടത്തിയത് ചന്ദ്രനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കണ്ടെത്താനാണ്. ഇരുമ്പും ഹീലിയവും ടൈറ്റാനിയവും ആവശ്യത്തിലധികം ചന്ദ്രനിലുണ്ട് എന്ന് മനുഷ്യൻ കണ്ടെത്തി. ആധുനിക കാലത്ത് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ധാതുക്കളാണ് ഇവ മൂന്നും. ഇവ ഭൂമിയിൽ ആവശ്യത്തിന് ലഭ്യമല്ല. ഭൂമിയിലെ ഇത്തരം ധാതുക്കൾ ഇല്ലാതാകുമ്പോൾ പുതിയൊരു വഴി തേടുകയാണ് മനുഷ്യൻ. ചന്ദ്രനിൽ നിന്നും ഹീലിയമും ടൈറ്റാനിയവും ഇരുമ്പുമൊക്കെ കൊണ്ടുവരിക എന്നത് ഒരു ലക്ഷ്യമാണെങ്കിൽ, ചന്ദ്രനിൽ മനുഷ്യന് താമസിക്കാനോ അല്ലെങ്കിൽ ഇത്തരം ഖനനം നടത്താനോ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ് പ്രാഥമിക ലക്ഷ്യം. മാത്രമല്ല, ഭൂമിയിൽ നിന്നും മനുഷ്യൻ അടുത്ത ആവാസ വ്യവസ്ഥയായി മുൻപിൽ കാണുന്ന ഒരു ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വയിലേക്കുള്ള ഒരു ഇടത്താവളമായി ചന്ദ്രനെ മാറ്റാം എന്നും കണക്ക് കൂട്ടുന്നു. അതുകൊണ്ടാണ് നീണ്ട 54 വർഷം വേണ്ടി വന്നത് അടുത്ത ചാന്ദ്ര വിക്ഷേപണത്തിന് നാസ റെഡിയാവാൻ. എത്രയോ കാലമായി നാസ ഇതിന് തയ്യാറെടുപ്പിലാണ്. ഈ യാത്രയിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചന്ദ്രനിൽ ആരും ലാൻഡ് ചെയ്യുന്നില്ല എന്നതാണ്. ലൂണാർ ലാൻഡർ ഇതിൽ ഘടിപ്പിച്ചിട്ടുമില്ല. എന്ന് വെച്ചാൽ 4 പേർ ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയല്ല, ചന്ദ്രന് ചുറ്റും കറങ്ങി ചന്ദ്രനെ പഠിച്ച് മടങ്ങാൻ പോവുകയാണ്. ഭൂമിയുടെ ഒരു വശത്തുകൂടി ബഹിരാകാശത്തേക്ക് പറന്നുയരുന്ന നാസയുടെ ഓറിയോൺ എന്ന ഈ പേടകം ചന്ദ്രനെ ഒരു വട്ടം വലം വയ്ക്കും. ചന്ദ്രോപരിതലത്തിൽ നിന്നും ഏതാണ്ട് 6500-7000 കിലോമീറ്റർ മുകളിലൂടെയാണ് ഈ കറക്കം. ഇതിനിടയിൽ ചന്ദ്രനെ മുഴുവൻ ഒപ്പിയെടുക്കാനുള്ള സംവിധാനം ഈ പേടകത്തിലുണ്ട്. ഭൂമിയെ 50 വട്ടം വലം വെക്കുന്നതിന് തുല്യമാണ് ചന്ദ്രനെ ഒരു തവണ വലം വയ്ക്കുന്നത്. അങ്ങനെ ഒരു വട്ടം കറങ്ങി അവസാനം നേരെ ഭൂമിയുടെ മറുവശത്തുകൂടെ പസഫിക് സമുദ്രത്തിൽ ഇറങ്ങാനാണ് നീക്കം. ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്കുള്ള പ്രവേശനമായിരിക്കും ഇതിലേറ്റവും കഠിനം. മണിക്കൂറിന് 40,000 കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇത് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. ഏതാണ്ട് 2760 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരിക്കും അപ്പോൾ അന്തരീക്ഷത്തിനെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരം അതിസാഹസികത നിറഞ്ഞ ദൗത്യത്തിനാണ് ക്രിസ്റ്റീന കോച്ച്, വിക്ടർ ഗ്ലോവർ, റീഡ് വിസ്മാൻ, ജെറമി ഹാൻഡർ എന്നിവർ ഇറങ്ങിപ്പുറപ്പെട്ടത്. ഇവരെല്ലാം മധ്യവയസ്സ് പിന്നിട്ടവരാണ്. 47-നും 50-നും ഇടയിൽ പ്രായമുള്ളവർ. വളരെയേറെ റിസ്ക് ഉള്ള ഒരു ജോലിയാണ് ഇവർ ഏറ്റെടുക്കുന്നത്. ഏറ്റവും ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന നാസയുടെ റോക്കറ്റ് ആദ്യം പരീക്ഷിക്കുന്നു. ബഹിരാകാശത്തേക്ക് ഇത്ര ആഴത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും മനുഷ്യൻ പറന്നിട്ടില്ല. ആ പരീക്ഷണമുണ്ട്. ചന്ദ്രനെ ചുറ്റിക്കറങ്ങി ചന്ദ്രനെ പഠിച്ചു വരുന്ന സുരക്ഷാ പരിശോധന. ഇത്തരം എല്ലാ പരിശോധനകളും കടന്ന് ചന്ദ്രനിൽ ഒരു സേഫ് ഗേറ്റ് വേ ഉണ്ടാക്കി, ചന്ദ്രനിൽ ഒരു ലൂണാർ ഗേറ്റ് വേ ഉണ്ടാക്കി മടങ്ങാനാണ് പദ്ധതി. ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആർട്ടിമസ് 4 ഏതാനും വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിലേക്ക് പോകുന്നത്. സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി ഗേറ്റ് വേ സ്ഥാപിച്ച് മടങ്ങി വരുന്നതോടെ ആ അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ പാളിച്ചകളും പരിഹരിച്ച് നേരെ ചന്ദ്രനിലേക്ക് ആളെ അയക്കുകയാണ്. അതിനുശേഷം സ്ഥിരമായി സ്പേസ് സെന്ററിലേക്ക് പോയി വരുന്നത് പോലെ ചന്ദ്രനിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഈ പരീക്ഷണം വിജയിച്ചാൽ അടുത്ത ഘട്ടത്തിൽ 3-4 വർഷത്തിനകം ചന്ദ്രനിൽ ആളെ എത്തിക്കാനും ഖനനം ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ചന്ദ്രനിൽ ആർക്കും ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ കഴിയില്ല. ചന്ദ്രൻ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. എന്നാൽ ചന്ദ്രനിൽ ചെന്ന് ഗവേഷണം നടത്തി അവിടുത്തെ ഖനനം നടത്തി വിഭവങ്ങൾ എടുക്കുന്നവർക്ക് അത് സ്വന്തമാക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക മുമ്പേ നടന്ന് ചന്ദ്രനിലെ ധാതുക്കളെയെല്ലാം സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണ്. അമേരിക്ക എത്ര എടുത്താലും മിച്ചം വരുന്നത്രയും ധാതു ലവണങ്ങൾ
ചന്ദ്രനിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ അമേരിക്കയെ പിൻപറ്റി ലോകം അങ്ങോട്ടേക്ക് ഒഴുകിയെന്ന് വരാം. ഇത് ചന്ദ്രനിലേക്കുള്ള മനുഷ്യവാസത്തിന്റെ തുടക്കമായി കുറിക്കപ്പെടുന്നു. 10 ദിവസം കൊണ്ട് 22 ലക്ഷം കിലോമീറ്റർ പിന്നിട്ട് ഈ ചാന്ദ്ര ഗവേഷകർ മടങ്ങി വരാൻ നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.